ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. കുറേ നാളായി വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട്, പിന്നെ വീഡിയോസൊക്കെ എടുത്തു വെക്കാറുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണമാണ്. പിന്നെ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും ഇടാത്തുണ്ടായിരുന്നു കേട്ടോ. ഷോർട്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇതൊരു 3 ആഴ്ച മുൻപ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വടക്കാഞ്ചേരിക്ക് പോവാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂർ പോണ വഴിക്കൊക്കെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ചാലക്കുടിയൊക്കെ എത്തിയിട്ടുണ്ടാവും ഏകദേശം. ആ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും വേറൊരു വഴിയിലേക്ക് തിരിച്ചു വിട്ടു കേട്ടോ. അതാണെങ്കിൽ ചെറിയ റോഡായിരുന്നു, പിന്നെ അറിയാത്തൊരു വഴിയായിരുന്നു, പിന്നെ മുൻപിൽ കുറേ കാറൊക്കെ ഉണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മുൻപത്തെ തവണ നമ്മൾ ഇറങ്ങിയപ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു 12 മണിയായിരുന്നു. അത്രയും ബ്ലോക്കായിരുന്നു. പിന്നെ റോഡ് പണി കാരണം കുറേ ലേറ്റായി പോയി എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു വെളുപ്പിനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു 5-5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ തവണ പോയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ എത്താമെന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിൽ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ വിചാരിച്ചു വന്നാൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ തന്നെ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നേരത്തെ ഇറങ്ങിയത്. സയാൻ ഉറങ്ങണമായിരുന്നു ഇവിടെ കാറിൻ്റെ ബാക്കിലെ സീറ്റിൽ കിടന്നിട്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും മാമനെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ഹാപ്പിയായി. വാപ്പ കടയിൽ പോയിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വന്നതാണ് കേട്ടോ. സോയി ബേബീനെ തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ് കേട്ടോ, പപ്പടവും. വീഡിയോ കാണുന്നവർക്കറിയാം, ഇവിടെ വരുമ്പോഴാണ് പുട്ടുണ്ടാക്കാനാണ് പറയാറ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാറില്ല എറണാകുളത്ത്. അപ്പോൾ വീട്ടിൽ ഉമ്മ അടുത്താണ് പുട്ടുണ്ടാക്കാൻ പറയാറ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ പുട്ടും കടലക്കറിയും പിന്നെ പപ്പടം വറുത്തതും കട്ടൻ ചായ കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സയാൻ പുട്ട് കഴിക്കുമല്ലോ കേട്ടോ. സയാന് പുട്ട് ഇഷ്ടമല്ല. പിന്നെന്താ, സയാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഹെൽമെറ്റ് കണ്ടിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. കുറേ നേരം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇന്നലെ 5-ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ചിക്കൻ ബിരിയാണി. അപ്പോൾ ബിരിയാണിയിലിടുന്ന ഒരു ലീഫാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണിക്ക്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ജുമയായിരുന്നു, ഫ്രൈഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ പള്ളിയിൽ പോവാണ് ഹസ്ബൻഡും അനിയനും. വാപ്പ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ബിരിയാണി കഴിക്കാൻ കേട്ടോ. സയാൻ ഹെൽമെറ്റ് പിന്നെയും വെച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ. ഊഞ്ഞാലാടിക്കൊണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഊഞ്ഞാലാടുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ മോർണിംഗ് ആണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര റെസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അപ്പോൾ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, സാമ്പാർ, ചട്നി ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പണിയും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എല്ലാം ഉമ്മ തന്നെ ചെയ്ത് തരാറുണ്ട്. കഴിച്ച പ്ലേറ്റ് വരെ എടുത്തുകൊണ്ട് പോകാൻ വരെ മടിയാണ് കേട്ടോ. പിന്നെ സയാനെ ഫുഡ് തീറ്റിക്കുന്നതും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം റെസ്റ്റ് എടുക്കുക, കുറേ നേരം ഉറങ്ങുക, അതൊക്കെയാണ് കേട്ടോ മാക്സിമം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ കൂടെ എടുക്കാൻ വിട്ടുപോകും സത്യത്തിൽ. അങ്ങനെയൊക്കെ.
പിന്നെ എന്താ പറയുക, ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കും ലഞ്ചിനാണെങ്കിൽ പോലും. ഞാനാണെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറിയൊക്കെ വെച്ച് ചില സമയത്ത് ഒപ്പിക്കാറുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇഡ്ഡലിക്ക് തന്നെ സാമ്പാർ, ചട്നി അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു ചട്നി മാത്രം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ വറുക്കാനിട്ടിട്ടുണ്ട്, പിന്നെ അച്ചിങ്ങ, പിന്നെ കൊടപ്പൻ, ചമ്മന്തി, സാമ്പാർ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഓംലെറ്റും പൊരിക്കുന്നുണ്ട്. അപ്പോൾ പൊതിച്ചോറാക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പൊതിച്ചോറ്. അപ്പോൾ അങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും പൊതിച്ചോറ് മതി കേട്ടോ. അപ്പോൾ സയാന് എന്താണ് പൊതിച്ചോറ് എന്നറിയില്ല കേട്ടോ. അപ്പോൾ സയാനും പൊതിച്ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞൊരു ലീഫിൽ അവനും പൊതിച്ചോറ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് പൊതിയാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ പൊതിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കീറിപ്പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്, ഒരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പൊതിച്ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് വിളമ്പി വാഴയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, എല്ലാ കറികളും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. ഞാൻ എന്താ പറയുക, റീൽസിൽ മിക്കപ്പോഴും കാണാറുണ്ട് കേട്ടോ പൊതിച്ചോറിൻ്റെ റീൽസ്. അപ്പോൾ തോന്നും ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. പിന്നെ ഫ്ലാറ്റിലായതുകൊണ്ട് വാഴയില കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ മേടിക്കണം. അപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയാലും നടക്കില്ല. അപ്പോൾ പിന്നെ ഇവിടെ വാഴയിലുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ളതുപോലെ ഒരു പൊതിച്ചോറാണ് ചെയ്തത്. പിന്നെന്താ, പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. നെയ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറി വെക്കാൻ പോയത്. അപ്പോൾ ഞാനാ പറഞ്ഞ മീൻ കറി വെക്കണ്ട, നമുക്ക് ഇന്ന് പൊതിച്ചോറ് പോലെ നാടൻ കറികളൊക്കെ കൂട്ടിയിട്ടുള്ളൊരു പൊതിച്ചോറാക്കാമെന്ന്. അങ്ങനെ എല്ലാവർക്കും പേരൊക്കെ എഴുതി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, മാറിപ്പോരുതല്ലോ. സയൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്താണ് സംഭവം എന്ന് അറിയില്ല. പൊതിച്ചോറ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്നുള്ളത് അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ തുറന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബനാന ലീഫിൽ കഴിക്കുന്നതാണ്, ചോറൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിക്കുന്നതാണ് പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാ. പക്ഷേ അവനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു വായ കഴിച്ച് നോക്കി. പിന്നെ ഈ കറികളൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ചില്ല കേട്ടോ. ഒരു വായ കഴിച്ചുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്ലേറ്റിൽ മീൻ പൊരിച്ചതും ചോറും കുറച്ച് സാമ്പാറും വെച്ച് രണ്ടാമത് കഴിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ആ കറി വേണ്ട, ഈ കറി വേണ്ട എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ പൊതിച്ചോറിന് മീൻ കഷ്ണം മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു വായ കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടാ. അത്രയും സയൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ ഞാനും പൊതിച്ചോറ് തുറന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഒരു കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ടാണ് മറ്റേ കൈ കൊണ്ട് പൊതി തുറക്കുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും. അപ്പോൾ അങ്ങനെ പൊതിച്ചോറ് തുറന്നിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറിൻ്റെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗോതമ്പ് പായസം. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കോ? മീൻ എന്തിനാ പേടിക്കണേ? മീൻ കടിക്കോ? സ്വിമ്മിങ് അറിയോ? കുറേ നാളായിട്ടാണ് ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് കാർ എടുത്തപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ വീഡിയോ ഇടാത്ത ടൈമിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുളത്തിൽ വന്നതാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഇപ്പോൾ പെയ്യുന്നുള്ള രീതിക്കായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് നേരം കുളത്തിലൊന്ന് ഹസ്ബൻഡ് നീന്താനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുറച്ച് നേരം സയാനും കുറച്ച് നേരം വെള്ളത്തിൽ കളിപ്പിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ട് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ മുറുക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സയാന് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ സയാന് മുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച മുണ്ട് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലം വേറെ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ എന്താണ് ഓരോ കൊല്ലം കൂടുന്തോറും ഹൈറ്റ് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള സൈസ് മേടിച്ചാൽ ഭയങ്കര നീളമുണ്ട്, ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഈ ഒരു ലെങ്ത്ത് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ ഇതങ്ങനെ ഈ ഒരു മുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ലെങ്ത്തുള്ള മുണ്ട് കേട്ടോ. പക്ഷേ അത് ഒരുപാട് ലെങ്ത്തായി പോകും. അങ്ങനെ ആദ്യം കണ്ടുവച്ച മുണ്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫാൻസി സ്റ്റോറിൽ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞതാ പിന്നെ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഷവർമ്മ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഷവർമ്മ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഷവർമ്മയൊക്കെ വാങ്ങിച്ച് കാറിലിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണേ. പിന്നെ വീഡിയോ എടുക്കുന്നത് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ അന്നും എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി, മുട്ടക്കറി, പിന്നെ ഇടിയപ്പം, അങ്ങനെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ അതിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ബോർഡ് കണ്ടപ്പോഴത്തേക്കും സയാൻ അതിൽ എഴുതി കളിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് വന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് മൺഡേ ഈവനിങ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ കേട്ടോ. വീട്ടിൽ കറിക്കും ഒക്കെ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ പുറത്ത് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. Bananage etitoda etavina mavimenanui mavada kaininchi bananage etito. ഫിഷ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പറ്റിയ ഫിഷൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനിടയ്ക്ക് ജയന് ഫൈറ്റർ ഫിഷ് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് വന്നു. ഓടിക്കളഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആണ് എത്തിയത് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കി തരാണ്. അപ്പോൾ പഞ്ചസാരയുടെ ബോക്സ് എടുക്കാനുണ്ട്. അപ്പോഴത്തേക്കും ചായയിൽ പഞ്ചസാര വേണമെന്നുണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കുറേ പറഞ്ഞതുകൊണ്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് സോയി ബേബിക്ക് വാക്സിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനും സോയി ബേബിയും സയാനും കൂടിയിട്ട് ഊബറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സയാൻ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഉച്ചയ്ക്കാണ് പോകുന്നത് കേട്ടോ. पापा का साइड में, लेफ्ट साइड में, पापा का साइड में की, पापा घर में साइड में की, घर का साइड में की, साइड में. Your destination is on the right.
അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിലെത്തി. ഫസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ജോയ് ബേബിയുടെ ഡോക്ടർ ലീവായിരുന്നു. അപ്പോൾ വേറൊരു ഡോക്ടറിനെയാണ് കേട്ടോ കാണാനിരിക്കുന്നത്. ഡോക്ടറിനെയൊക്കെ കണ്ടതിന് ശേഷം ഇതാ ഇനി വാക്സിൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതാ ജോയ് ബേബിക്ക് വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ വിടുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഫീവർ വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാരസെറ്റമോൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ലുലുവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുവരെ ബൈ, താങ്ക് യു.